ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. First of all, I would like to thank God Almighty for giving me this wonderful opportunity. I would also like to thank our vicar, Ajin P. Raju Achan, and all the committee members of Yuvajana Sakyam for giving me this opportunity to preach the word of Lord in this Lent season. The portion assigned to me is taken from Exodus chapter 3 verses 1 to 10 and Philippians chapter 1 verses 18 to 24. When we read Exodus chapter 3 verses 1 to 10, we can see the storyline of Moses and the burning bush. While when we read Philippians chapter 1 verses 18 to 24, we can see the strong spiritual and sacrificial life of Paul the Apostle. Moses and Paul. We all are very well aware of the life of Moses and Paul before the calling of God. ഹെബ്രായ വംശത്തിൽ ജനിച്ച് അമ്മയായ യോഷെബെത്ത് ഫറവോന്റെ വധശ്രമത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഒരു കുട്ടയിലാക്കി നൈൽ നദിയിൽ ഞങ്ങണകളുടെ ഇടയിൽ വെച്ചു. ഫറവോന്റെ മകൾ ആ കുട്ട കാണുകയും ആ കുട്ടയിൽ ഉണ്ടായിരുന്ന കുഞ്ഞിനെ ദത്തെടുക്കുകയും ചെയ്തു. അവിടെ അവൻ ഈജിപ്തിലെ വിജ്ഞാനവും സംസ്കാരവും നേടി മോശ എന്ന പേരോടെ രാജകുമാരനായി കഴിഞ്ഞു. But later he fled to Midian as Moses killed and hid the body of a fellow Egyptian. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ തർസോസിലെ സൗൽ എന്ന് അറിയപ്പെട്ടിരുന്ന ഉന്നത വിദ്യാഭ്യാസവും സിദ്ധിച്ച് റോമൻ പൗരത്വവും ഉള്ള പരീശനും ആദിമ ക്രിസ്തീയ സഭയെ രൂക്ഷമായി പീഡിപ്പിച്ചിരുന്ന കടുത്ത യഹൂദ ഭക്തനും ആയിരുന്നു. എന്നാൽ ദൈവം വിളിച്ചപ്പോൾ അവന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച രണ്ട് ഉത്തമമായ വ്യക്തികൾ. I would like to divide these portions into 4 parts. ആദ്യമായി ദൈവവിളി. വളരെ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലും വളരെ അപ്രതീക്ഷിതമായ രീതികളിലുമാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ദൈവം മോശയെ വിളിക്കുമ്പോൾ അവൻ തൻ്റെ അമ്മായപ്പനായ യത്രോവിൻ്റെ ആടുകളെ മെനഞ്ഞുകൊണ്ടിരുന്നു. ഈജിപ്തിലെ രാജകുമാരനിൽ നിന്ന് മിദ്യാൻ മരുഭൂമിയിലെ ഒരു സാധാരണക്കാരനായ ഇടയനായിരുന്നു മോശ. ഈ സാധാരണക്കാരനായ ഇടയന് ദൈവം കൊടുത്തിരുന്ന ദൗത്യം എന്തെന്നാൽ ഇസ്രായേൽ മക്കളെ മിസ്രൈം ദേശത്തിൽ നിന്ന് വിടുവിക്കുക. Here we can see the divine call of God to Moses despite he being an ordinary shepherd. In Philippians, we can see the reflection of Paul in his ministry. തടവിൽ കിടക്കുന്ന പൗലോസ് പരിമിതികൾക്കുള്ളിലും ദൈവത്തെ അറിഞ്ഞു. ദൈവത്തിന്റെ വിളി കേട്ടിരുന്ന ഒരു വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. Though imprisoned, Paul sees the God's calling in every circumstances of his life and emphasizes that his life is Christ and he will live for spreading the gospel of God. The point I am willing to make here is, ദൈവവിളിക്ക് ഒരു പരിമിതികളും ഇല്ല. ദൈവം നമ്മെ വിളിക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോ നമ്മുടെ സമ്പത്തോ അല്ല നോക്കുന്നത്. When God calls us, He knows what He wants from us. So, He molds us into a way that He wants us to be. His calling can come in an unexpected manner, like through a direct encounter as Moses received, or through life situations as of Paul. So, it is very important for us to keep our ears open and listen and answer to all the things that God wants us to listen. രണ്ടാമതായി പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ദൈവം മോശയോട് അരുളി ചെയ്യുന്നത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. നമ്മുടെ കഷ്ടതയും നിലവിളിയും കേൾക്കുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ നാം ചോദിക്കുന്ന ചോദ്യം എന്തെന്നാൽ, ദൈവമേ നീ ഇതൊന്നും കേൾക്കുന്നില്ലയോ? ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലയോ?
The thing that we have to look here is, He is the one who created us. നമ്മെ സൃഷ്ടിച്ചത് അവനല്ലേ? നമ്മൾ നമ്മളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മെ പേർ ചൊല്ലി വിളിച്ചവനായ ദൈവം. What we have to do is, we have to keep our trust, we have to keep our faith, we have to be consistent in our prayers, and we have to give it some time that all our problems and all our questions about our life would be answered by God Himself. മൂന്നാമതായി മാനുഷ്യ പ്രതികരണം. ദൈവം മോശയെ ആ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അവൻ തന്റെ കഴിവുകളെ ചോദ്യം ചെയ്തു. അവൻ ദൈവത്തോട് ചോദിക്കുന്നു, ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുള്ളൂ? Here Moses is a bit hesitant and is fully aware of his limitations. He questioned, why God, why me? അതുപോലെ തന്നെ ഫിലിപ്പിയൻസ് 1:21 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, For me to live is Christ and to die is a gain. മരിക്കുന്നത് ലാഭമാകുന്നു. ഭൗതികമായ വേദനകളിൽ നിന്നും ദുരിതങ്ങൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും മോചനം നേടി ക്രിസ്തുവിനോട് കൂടെയുള്ള ശാശ്വതമായ ഐക്യതയിൽ പോകുവാൻ പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിച്ചു. But he decided to stay. He decided to stay and live for Christ. He decided to spread the gospel of God, and he chose to stay for the benefit of others. ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് അവൻ്റെ വേല ചെയ്യുന്നതിനു വേണ്ടിയാണ്. അതുകൊണ്ട് ആ വേല ചെയ്യുവാൻ ദൈവം നമ്മെ വിളിക്കുമ്പോൾ നമ്മളുടെ കുറവുകളും നമ്മളുടെ ചോദ്യങ്ങളും നമ്മളുടെ ദുർബലങ്ങളും മാറ്റിവെച്ച് പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്താൽ അസാധ്യമായി ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല എന്ന ധൈര്യത്തോടെ മുന്നേറുവാൻ നാം ഏവർക്കും സാധിക്കണം. നമ്മെ ശക്തനാക്കുന്നവൻ ദൈവമാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളും വരുമ്പോൾ അവൻ നമ്മെ ഏറെ ശക്തനാക്കും. നാലാമതായി ദൈവവിളിയുടെ ഉദ്ദേശം. ദൈവം മോശയെ വിളിക്കുന്നത് ഇസ്രായേൽ മക്കളെ മിസ്രൈം ദേശത്തിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്ത ദേശത്ത് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലന്റെ ജീവിത ലക്ഷ്യവും സുവിശേഷം പ്രവചിപ്പാനും മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ളതും ആയിരുന്നു. When God calls, it is not for me or it is not for you. It is not for anybody's personal comfort, but it is all about fulfilling His divine purpose in this futile world. ഈ ഇരുഭാഗങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വിളി സാധാരണ മനുഷ്യരെ തൻ്റെ ഉദ്ദേശത്തിനുള്ള ഉപകരണങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. മോശയും പൗലോസ് അപ്പോസ്തലനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, എത്ര സംശയങ്ങളും എത്ര ആഗ്രഹങ്ങളും ഉണ്ടായാലും ദൈവത്തെ അനുസരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ നമ്മൾക്ക് സാധിക്കണം. So, in this Lent season, may God help us all to carefully respond to His call so that even our ordinary life can turn extraordinary. Even our ordinary life can become an instrument to serve His glory and blessing to others. ദൈവം നാം ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.